ടർബോയുടെ വ്യാജ പതിപ്പ് ഓൺലൈനിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങി OTT പ്ലാറ്റ്ഫോം. ഒരു വെബ്സൈറ്റിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. തിയേറ്റർ പ്രിന്റുകളാണ് പ്രചരിക്കുന്നത്. സമീപകാലം റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ, കട്ടിങ്സ്, കാങ്, ആവേശം, മഞ്ഞുമൽ ബോയ്സ്, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങളും വെബ്സൈറ്റിലുണ്ട്. കേരളത്തിൽ റെക്കോർഡ് കളക്ഷനുമായി ടർബോയുടെ തേരോട്ടം. ആദ്യ ദിനം ചിത്രം വാരിയത് 6,02,00,000 രൂപ. 2024 ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി ഇതോടെ ടർബോ മാറി. മലയക്കോട്ടെ വാലിബൻ 5,86 കോടിയാണ്. ആടുജീവിതം 5,83 കോടി എന്നീ സിനിമകളുടെ റെക്കോർഡ് ആണ് ടർബോ തിരുത്തിക്കുറിച്ചത്. ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പും മാസ് ആക്ഷൻ കോമഡി രംഗങ്ങൾ കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീപിടിപ്പിക്കുകയാണ്. തിയേറ്ററുകളിലേക്കുള്ള ജന ഒഴുക്ക് കാരണം 224 എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിനം ലഭിക്കുന്നത്. ഇതാണ് കളക്ഷൻ ഉയരാൻ കാരണമായത്. എറണാകുളം ജില്ലയിൽ 40-ലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 22-ലധികം ഷോകളും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 50-ലധികം ലൈറ്റ് നൈറ്റ് ഷോകളും ചാർട്ട് ചെയ്തു. പ്രീ ബുക്കിംഗിലൂടെയും ചിത്രം 2 കോടിക്ക് അടുത്ത് നേടിയിട്ടുണ്ട്. 2 മണിക്കൂർ 32 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എല്ലാ ഷോകളെയും സിനിമകളെയും മറികടന്ന് 1-ാം സ്ഥാനത്ത് ബാഹുബലി അനിമേറ്റഡ് സീരീസ്. ബാഹുബലിയുടെ ജീവിത രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തുമെന്ന് രാജമൗലി. ഡിസ്നി ഹോട്ട്സ്റ്റാറിലെ മറ്റെല്ലാ ഷോകളെയും സിനിമകളെയും മറികടന്നാണ് അനിമേറ്റഡ് സീരീസായ ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് ഹിന്ദിയിൽ ഏറ്റവും മികച്ച ഷോയായി മാറിയിരിക്കുന്നതെന്നാണ് ബാഹുബലി എന്ന് ഗ്രാഫിക്സ് ഇന്ത്യയും ആർക്ക മീഡിയ വർക്കുകളും പറയുന്നു. ബാഹുബലി ക്രൗൺ ഓഫ് ദ ബ്ലഡ് മെയ് 17 മുതലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. ഈ പരമ്പരയുടെ ആദ്യ സീസൺ തന്നെ ഇന്ത്യൻ അനിമേഷൻ വ്യവസായത്തിന് സുപ്രധാന നേട്ടമായി മാറിക്കഴിഞ്ഞു. സ്ട്രീമിംഗ് ചാർട്ടുകളിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ 2D അനിമേറ്റഡ് ഷോയാണ് ബാഹുബലി. ആദ്യ ദിവസങ്ങളിൽ ഷോയ്ക്ക് 3.3 ദശലക്ഷം കാഴ്ചക്കാരാണ് ഉണ്ടായത്. ഗ്രാഫിക്സ് ഇന്ത്യയുടെ മുൻ സീരീസ് ദി ലെജൻഡ് ഓഫ് ഹനുമാൻ അതിന്റെ 3 സീസണുകളിലെയും സ്ട്രീമിംഗ് ചാർട്ടുകളിൽ 1-ാം സ്ഥാനത്തെത്തിയിരുന്നു. ബാഹുബലിയുടെയും വല്ലഭദേവിയുടെയും ജീവിതത്തിലെ അജ്ഞാനമായ വഴിത്തിരിവുകളും ഇരുണ്ട രഹസ്യവും വെളിപ്പെടുത്തുന്നതാണ് സീരീസ് എന്നാണ് SS രാജമൗലി പറയുന്നത്. ബാഹുബലിയുടെ ലോകം വിശാലമാണ്. ബാഹുബലിയുടെ ലോകത്തിന് പുത്തൻ രൂപം നൽകിക്കൊണ്ട് ഈ പുതിയ അധ്യായം ഒരു അനിമേറ്റഡ് ഫോർമാറ്റിൽ അവതരിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ സന്തോഷമുണ്ട്. ശരത് ദേവരാജൻ, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ഗ്രാഫിക്സ് ഇന്ത്യ എന്നിവരുമായി സഹകരിച്ച് കുട്ടികൾക്കൊപ്പം വിശാലമായ പ്രേക്ഷകർക്കായി ഇന്ത്യൻ അനിമേഷൻ പുനരൂപകൽപ്പന ചെയ്തതിൽ ആർക്ക വർക്കേഴ്സിനും ഞാൻ ആവേശഭരിതരാണ് SS രാജമൗലി പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. വളവിൽ കാവലിരിക്കുന്ന സുമതിയുടെ ആത്മാവ് ഹൊറർ ചിത്രവുമായി മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. ആ ചിത്രം ഭക്തി നിർഭരമായിരുന്നെങ്കിൽ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രവുമായാണ് മാളികപ്പുറം ടീം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. സുമതി വളവ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ വീഡിയോ പങ്കുവച്ച് സുരേഷ് ഗോപിയാണ്. അഭിലാഷ് പിള്ള തിരക്കഥ എഴുതുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിഷ്ണു ശശിശങ്കറാണ്. അർജുൻ അശോകനാണ് നായകൻ. തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലുമൂടനെ മലയോര ഗ്രാമത്തിലെ ഒരു വളവിന്റെ പേരാണ് സുമതി വളവ്. കൊല ചെയ്യപ്പെട്ട സുമതി എന്ന സ്ത്രീയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന വളവാണ് സുമതി വളവ് എന്ന് പറയപ്പെടുന്നത്. ഒരു കാലത്ത് യാത്ര ചെയ്യാൻ ഭയപ്പെട്ടിരുന്ന ഈ വളവും അതിനെ ചുറ്റിപ്പറ്റി പ്രചരിച്ച കഥയുമാണോ ചിത്രം പറയുന്നത് എന്നാണ് ടൈറ്റിൽ അനൗൺസ്മെന്റിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമാ പ്രേമികൾ ചോദിക്കുന്നത്. മുരളി കുന്നുംപുറത്ത് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ദിനേശ് പുരുഷോത്തമനാണ്. സൗണ്ട് ഡിസൈൻ MR രാജകൃഷ്ണൻ, എഡിറ്റർ ഷഫീഖ് മുഹമ്മദ്, അലി ആർട്ട്, അജയ് മങ്ങാട് തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് വിട്ടുപോട്ടെ എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വമ്പൻ പ്രതീക്ഷയോടെ അനൗൺസ് ചെയ്ത ചിത്രമായിരുന്നു റാം. 2020 ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം പിന്നീട് കോവിഡ് കാലത്ത് മുടങ്ങുകയായിരുന്നു.
കോവിഡിന് ശേഷം വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള യാതൊരു അപ്ഡേഷനും ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം 2 ഭാഗങ്ങളിലായി പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ തന്നെ ശേഷം റിലീസ് ചെയ്ത ചിത്രങ്ങളായിരുന്നു ദൃശ്യം 2, 12th മാൻ, നേര്. ഈ ചിത്രങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ കാത്തിരിപ്പിന് ശേഷം റാമിന്റെ പുതിയ വിശേഷങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ഓഗസ്റ്റ് ആദ്യം ആരംഭിച്ചേക്കും. ഇന്തോനേഷ്യയിൽ 22 ദിവസവും ലണ്ടനിൽ 15 ദിവസവും ഷൂട്ട് ചെയ്യാനാണ് പദ്ധതി. ചില രംഗങ്ങൾ കേരളത്തിലും മുംബൈയിലും ചെന്നൈയിലുമൊക്കെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമാ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റാമിന്റെ ആദ്യ ഭാഗം ക്രിസ്മസ് റിലീസായി എത്തുമെന്നാണ് റിപ്പോർട്ട്. 2ാം ഭാഗം 2025-ലാവും എത്തുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക.